ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നും ഞാനങ്ങനെ പറയാറില്ല, ഇനി ഞാൻ എന്നും പറയാം കേട്ടോ. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നവരെ ഞാനൊന്ന് ഓർപ്പിച്ച് കേട്ടോ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, അതായത് ജീര റൈസും ബട്ടർ ചിക്കനും. ഞാൻ നോക്കിയിട്ട് നമ്മൾ സാധാരണ ചോറും കറിയും വെക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അത്രയും സമയം വേണ്ട. ജീര റൈസ് വെക്കാനാണെങ്കിലും പെട്ടെന്നാവും, ബട്ടർ ചിക്കൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അന്നേരം ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നാളിൽ ഉണ്ടാക്കിയില്ലേ, ബ്രെഡിൻ്റെ അകത്ത് മുട്ട വെച്ച്, അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സാൻഡ്വിച്ചാണ്. അതാണെങ്കിൽ ഇവിടെ യുവമാർക്കും ഇഷ്ടമാണ്. ഓരോന്ന് മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇന്നാളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ടേ. 5 പേർക്കും ഒരു 2 വെച്ചേലും എടുക്കണ്ടേ. അപ്പോൾ ഞാനിതിൽ കുഞ്ഞൊരു സവാള, ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില, ടൊമാറ്റോ, ഇച്ചിരി കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. രാവിലെ ഈ 5 മണിക്ക് എണീക്കുന്ന ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ ചില സമയത്താണെങ്കിൽ രാത്രി ഈ കഴിച്ചാൽ ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ 5 മണിക്ക് എണീക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലെ എന്താ ടിഫിൻ ഉണ്ടാക്കുന്നതെന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടേ, കാണുന്നുണ്ടേ പിള്ളേർ, അയ്യോ ഇതാണോ ഇന്നുണ്ടാക്കിയേ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞും വരും. കാരണം ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടേ അവന്മാർക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഉണ്ടാക്ക്. മനുഷ്യർക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? അതേസമയം അവർക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ പിന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് വേണ്ടിയത് എന്തുവാന്ന് വെച്ചാൽ. പക്ഷേ ഇതൊക്കെ അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഇഡലിയോ അതൊക്കെ കാണുമ്പോഴാണ് ചോദിക്കുന്നത്, അയ്യോ ഇന്നും മസാല ഇഡലിയാണോ, അപ്പോൾ ഇന്നാന്നോ മെനഞ്ഞാന്നോ പ്രൈസ് നിൽക്കുക, മമ്മി എന്നും സാൻഡ്വിച്ചാണോ. ഞാൻ പറയും മിണ്ടരുത്, നിങ്ങളാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ആദ്യത്തേതൊന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. ആ പൊട്ടിപ്പോയാലും സാരമില്ല, നമ്മൾ മുറിച്ചല്ലേ ബ്രെഡിൻ്റെ അകത്ത് വെക്കുന്നേ. അതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യം മുട്ട അങ്ങ് ഉണ്ടാക്കട്ടെ. ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളല്ലേ. അങ്ങനെ മുട്ട ഞാനൊരു 3-4 ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാൾ ഈ ബ്രെഡിൻ്റെ അകത്ത് മയോണൈസും ടൊമാറ്റോ സോസും തേച്ചായിരുന്നു. ഇന്ന് ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ തേച്ചുള്ളൂ. അതും ഒത്തിരി ഒന്നും തേച്ചില്ല, വെറുതെ ഒരു പേരിന് വേണ്ടി ഇച്ചിരി തേച്ചതേ ഉള്ളൂ. ഞാൻ അന്ന് പച്ചമുളക് ഇതിൻ്റെ അകത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരിച്ചിരി പച്ചമുളക് പൊടിയായിട്ട് ഞാൻ അരിഞ്ഞിട്ട് അതുകൂടെ പച്ചമുളക് കൂടെ അരിയുമ്പോഴാണ് നല്ലത്. നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി വലിയ പീസാണെങ്കിലും ഇടയ്ക്ക് ഒരിച്ചിരി പച്ചമുളക് ആ എരിവ് കടിക്കാൻ നല്ലതാണ്. കൊച്ചുങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ട്, എരിവാന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ ഇങ്ങനെ പീസാക്കിയെങ്കിലും ആ ഒരു പീസ് ബ്രെഡ് കവർ ചെയ്യത്തക്ക വിധത്തിൽ മുറിച്ചു അങ്ങനെയൊക്കെ കറക്റ്റാക്കി വെക്കുന്നുണ്ട്. കുഞ്ഞൊരു പീസല്ല, നമ്മൾ പീസ് ഇച്ചിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറേയും കൂടെ മറ്റേതിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ളാക്കി എടുക്കുന്നുണ്ട്. അപ്പം 2 സൈഡിലും ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് തേച്ചിട്ടുണ്ട്. എന്നിട്ടിത് ഞാൻ ആ ടോസ്റ്ററിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ടിഫിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ചായ കൊടുത്തായിരുന്നു, ഞാൻ ചായ എടുത്തില്ലായിരുന്നു. ഇനി ഞാൻ സാവകാശം ഒരു ചായ കുടിക്കട്ടെ. അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രിയിലെ എടുത്ത് മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ വെളിയിലെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതൊരു 1/2 കിലോയിലും കുറച്ചുകൂടെ ഉണ്ട്. 1/2 കിലോയുടെ കണക്കെടുത്താൽ മതി. ബോൺലെസ് ചിക്കൻ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1.5 ടേബിൾ സ്പൂൺ അധികം പുളിപ്പില്ലാത്ത തൈര്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി നാരങ്ങ നീര്, ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ നന്നായി മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പം തലേന്ന് രാത്രിയിലേ വെച്ചില്ലെങ്കിൽ കുറഞ്ഞൊരു 1-2 മണിക്കൂറേലും മാരിനേറ്റ് ചെയ്ത് വെക്കണേ. എന്നിട്ടിത് നമുക്കിതൊന്ന് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് കുറച്ചേ ചേർക്കാവേ. ഒരു സൈഡ് ഒന്ന് മൂത്തുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡ് ഒന്ന് മൂത്ത് വരട്ടെ. കാരണം നമ്മൾ ഇനിയും അത് നമ്മുടെ ആ ഗ്രേവിക്കകത്തിട്ട് ഒത്തിരി നേരം ഒന്നിട്ട് വേവിക്കത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കിട്ടണം നമുക്ക്. അതല്ല, ഞാൻ വറുത്തെടുത്തായിരുന്നു. അപ്പം ബട്ടർ ചിക്കൻ വെക്കുമ്പം ഈ ഒഴിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പം ബട്ടർ തന്നെയാണ് കൂടുതലും ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലെ ബട്ടറിൻ്റെ ക്ഷാമം കൊണ്ട് ഞാൻ ഇച്ചിരി ഓയിലും ഇച്ചിരി ബട്ടർ കൂടാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം കേട്ടോ. ഇതിലേക്കൊരു ബേ ലീഫ്, 2 ഏലക്ക,
നമ്മുടെ മേസ് ഉണ്ടല്ലോ, എന്തോ അതിന് പറയുന്നത്, ജാതിപത്ത്, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോയിൽ നിന്ന് ഇച്ചിരി 1/2 കിലോ ചിക്കനിൽ കൂട്ടാം. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ അളവാണ്. ഇതിലേക്ക് ഞാനൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 150 ഓളം സവാളയുണ്ട്, 150 ഗ്രാം. ഇച്ചിരി എരിവുള്ള പച്ചമുളക്, 3 പച്ചമുളക്, ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി, ഇത്രയല്ലി വെളുത്തുള്ളി. ഈ ഇഞ്ചി ഒന്ന് പീസാക്കി ഇടട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാമേ. ആ പച്ചമുളക് ഞാനൊന്ന് മുറിച്ചിടുന്നുണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 250 ഗ്രാം ടൊമാറ്റോ അതോടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പൂടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒന്ന് വഴന്നിട്ട് കുറച്ചൊന്ന് വഴടണം. എന്നിട്ട് നമുക്കിത് തണുത്തിട്ട് അരയ്ക്കാനുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഉപ്പൂടിട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, അതൊന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട്. കുറച്ച് കാഷ്യൂ വെള്ളത്തിൽ കൂട്ടി വെച്ചായിരുന്നേ, ഒരു അരമണിക്കൂർ കൂടുതലായി. കാഷ്യൂനട്ട് ഞാൻ ഇത്രയും ചേർത്തു, ഇച്ചിരിയും കൂടെ ചേർത്താലും കുഴപ്പമില്ല. ഈ കാഷ്യൂനട്ട് കാണുമ്പോൾ ഏത് മനുഷ്യരും അറിയാതെ വായിലോട്ട് കൈ കൊണ്ടുപോകും. ഞാനും ഇപ്പം നാണ്ട കഴുകിയിടാൻ നേരവും 1-2 വായി പോയിട്ടുണ്ട്. അതൊന്ന് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താനും തോന്നത്തില്ല. അതൊരു ഭയങ്കര പന്ന സ്വഭാവമാണ്. അപ്പോൾ ഞാൻ ഈ മല്ലിയിലയുടെ നമ്മുടെ തണ്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. അത് നേരത്തെ ഇടേണ്ടതായിരുന്നു. ജീരകം പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഡബ്ബയിലിട്ട് വെച്ചിരുന്ന പയറുകളെ നോക്കാം. ഞാൻ ഇന്നലെ ഇതൊന്ന് ഇച്ചിരി വെള്ളം കുടഞ്ഞു കൊടുത്തായിരുന്നു. ഏതാണ്ട് ഇതൊന്ന് ഇച്ചിരി ഉണങ്ങിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ഇച്ചിരി ഇതിലും ഈ പരുവത്തിന് നമുക്ക് ചെയ്യാം, പക്ഷെ ഇന്നിനിയിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. തുണിയൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഞാനതെല്ലാം ഒന്ന് അരച്ചെടുത്തായിരുന്നു. അപ്പം ഞാൻ ആ ചീനിച്ചട്ടി കഴുകാനൊന്നും പോയില്ല, അതിൽ തന്നെ ആ അരപ്പൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ചാറൊന്നും വേണ്ട, കുറച്ച് മതി, ഒന്ന് കുറുകിയിരിക്കണം. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്. അപ്പം ഞാനിതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പൂടിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് അടിയിൽ നിന്ന് തിള വരുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ഈ കാണിക്കുന്ന സ്പൂണിന് ഒരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെവിടി ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഇതിനേക്കായി പൊടിയാവും. അപ്പം ഞാനും അങ്ങ് ചൂടാക്കാൻ വിട്ടുപോയി, കൈ കൊണ്ട് തിരുമി അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഫ്രിഡ്ജിലാകുമ്പോൾ അതൊന്ന് തണുത്തിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കുകയാണെങ്കിൽ നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വറുത്ത ചിക്കനോട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കെന്തോന്ന് അബദ്ധം പറ്റിയേ, ലാസ്റ്റിൽ ഞാൻ ഫ്രഷ് ക്രീം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ക്രീം ഒഴിക്കാൻ മറന്നുപോയി. കാരണം എല്ലാം ഞാൻ കൊണ്ട് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് പോയില്ല. അപ്പം വൈകിട്ട് ഞാൻ പിന്നെ അത് രാത്രിയിൽ ഒഴിച്ച് കേട്ടോ, ടേസ്റ്റ് ചെയ്യും. ഉച്ചയ്ക്ക് പ്രൈസിനെ കൊടുത്തുള്ളൂ, പോള് വൈകിട്ട് രാത്രിയിലാണ് വന്നത്. അപ്പോൾ പ്രൈസിന് കഴിച്ചിട്ട് അത്രയൊന്നും അവന് മനസ്സിലായില്ല, പോളിന് പക്ഷേ നന്നായിട്ടെല്ലാം മനസ്സിലാവും. ഞാൻ ആ ബേ ലീഫ് താണ്ടേ ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ അകത്തെടുത്ത് അതിങ്ങ് കലക്കിയിട്ട് ആ വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചേ. അപ്പം ഞാൻ പിന്നെ രാത്രിയിലാണ് ആ ഫ്രഷ് ക്രീം ഒഴിച്ചത്. അതേ ഉള്ളു എൻ്റെ ഫോൾട്ടായിട്ട് വന്നത്. ഞാൻ അത്രയും കാണിച്ച് ഇതോടുകൂടി ഞാനങ്ങ് ഗ്യാസ് അങ്ങ് ഓഫാക്കിയേ. പോള് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, മമ്മി ബട്ടർ ചിക്കൻ്റേതായ ഒരു ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, എടാ ഞാൻ ക്രീം ഒഴിച്ചില്ലെന്ന്. അവൻ എന്നോട് ചോദിച്ച് ക്രീം ഒഴിച്ചോന്ന്. ഞാൻ പറഞ്ഞു എടാ ഇല്ലെന്ന്. പിന്നെയാണ് ഞാൻ ക്രീം ഒഴിച്ചത്. അപ്പം ഞാൻ പിന്നെ നമ്മുടെ ജീര റൈസിന് വേണ്ടി ഇച്ചിരി ഓയിലും കുറച്ച് നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ജീര റൈസൊക്കെ.
ഞാനൊരു 3 കപ്പ് അരിയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. പിന്നെ നിങ്ങൾ ഇതിലും കുറവാണെങ്കിൽ, അരി എടുക്കുന്ന കുറവാണെങ്കിൽ അതനുസരിച്ച് ജീരകം ചേർക്കാവൂ. ഇതിലിട്ട് 2 ബേ ലീഫ്, 2 പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു 10-15 മണി കുരുമുളക്, ഒരു 2-3 വറ്റൽമുളക്. ചെറുതായതുകൊണ്ട് ഞാനൊരു 3-4 എടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ അരി കഴുകി ഇച്ചിരി ഒന്ന് വെള്ളം വാലാൻ വെച്ചായിരുന്നേ. ഒരു ഇച്ചിരി നേരം ഈ അരിയുടെ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് വറക്കാം നമുക്കിത്. അപ്പോൾ പ്രൈസൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ട് അവന് ബട്ടർ ചിക്കനാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവന് പറഞ്ഞ് എനിക്കിപ്പോൾ ഇത്തിരി ഗ്രേവി മതിയെന്ന്. അങ്ങനെ അപ്പം അവൻ ചപ്പാത്തി കഴിക്കുക, ചപ്പാത്തിയും ഇതുകൂടെ. എന്നിട്ട് ഡ്രസ്സ് പോലും ഇടാതെ ആൾ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് എളുപ്പം തിന്നാൻ വന്നെയാണ്. അവനെ ഞാൻ കാണിക്കാത്തത് അവൻ കുളിച്ചിട്ട് വന്നിട്ട് ഇല്ല കാണിക്കുന്നത്, ഉടുപ്പിട്ടിട്ടില്ല, അതാ. ഇനി ഞാനിതിലേക്ക് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പം ഞാനിതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് അതിൻ്റെ അടിയിലെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് തീ കുറയ്ക്കും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തിളച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് ഇടും. അപ്പം എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ആ വെള്ളമൊക്കെ അടിയിലൊരു ഇച്ചിരിയും വെള്ളമുള്ള സമയത്ത് ഞാൻ തീ ഓഫാക്കി അങ്ങിടും. എന്നിട്ടത് ആവി കിടന്നാണിത് വെന്ത് വരുന്നത്. അപ്പം ഞാൻ റൈസിനോടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് അതുകൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ചൂടോടാണ് ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കിയാണെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് തിക്കായായിരുന്നേ. അപ്പം ഞാൻ ഇതൊന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ആക്കി മാറ്റട്ടെ. ഒന്ന് വീഡിയോ എടുക്കേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ക്രീം ഞാൻ വൈകിട്ടാണ് ഒഴിച്ചതെന്ന്. ക്രീം കൂടെ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും. ക്രീം അല്ലെങ്കിൽ നമ്മുടെ പാൽപ്പാട ഉണ്ടല്ലേ, അത് ചേർക്കാം. പാൽപ്പാടയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിൻ്റെക്കായി നല്ല ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ റൈസ് ഓഫാക്കി ഇട്ടായിരുന്നു. അതിനിയൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ ആ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ തിളച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഏറ്റവും തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ. അതിനുശേഷം ഞാൻ അടിയിൽ ഒരു ഇച്ചിണിയും വെള്ളം, നമ്മൾ ഈ സ്പൂണിൻ്റെ പുറകുവശം കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പം അതിലൊരു ഇച്ചിരി നനവ് പോലുണ്ട്. ആ പരുവാകുമ്പം ഞാൻ തീ അങ്ങ് ഓഫാക്കും. എന്നിട്ട് ആവിയിൽ കിടന്നാണിത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആ പട്ടയും ബേലീഫും ഒക്കെ എടുത്തങ്ങ് മാറ്റിയേ. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാം. ഇവിടെ ഞാൻ ചേർത്തില്ല. ഇവന്മാർക്ക് ചില സമയത്ത് ഇഷ്ടപ്പെടും, ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി മല്ലിയിലയും കുറച്ച് നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അതായത് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരോ ബെല്ലടിച്ച് ചെന്ന് നോക്കിയുണ്ടേ ബിൽഡിങ്ങിൻ്റെ ഈ പണിക്കാരാ, നമ്മുടെ ഈ കിച്ചണിൻ്റെ അവിടുത്തെ ആ പൈപ്പിൻ്റെ എന്താ കണ്ടൊക്കെ സിമെൻറ്റ് തേക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ ആ ജനലിൻ്റെ ആ ഒരു പാളിയിൽ കൂടെ വെളിയിലിറങ്ങി. അപ്പോൾ ഈ പുള്ളിക്കാരനും വാച്ച്മാനൂടെ വന്നേ. പിന്നെ ഞാൻ അവിടുന്ന് അതെല്ലാം പൊക്കി ഗ്യാസ് ഇരിക്കുമായിരുന്നു എടുത്ത് ഇപ്പുറത്താക്കി. ഈ ബിൽഡിങ്ങിന് പണി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എപ്പോഴാണ് അവർ വരുന്നേ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ കിടക്കാൻ നേരമായിരിക്കും വന്ന് ബെല്ലടിക്കുന്നത്. ഇനിയിപ്പം പുറത്തെ പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പം ഈ വൈറ്റ് അടിച്ച് കഴിയുന്നുണ്ട്. പിന്നെ അകത്തുനിന്ന് ചെയ്യണം ഗ്രില്ലേലൊക്കെ. ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്ത് ഞാനൊന്ന് അകത്ത് കയറി കിടക്കാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു 3-3:30 കഴിയും. ആ സമയത്താണ് സാധാരണ എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എണ്ണിക്കും. എല്ലാവരും എണ്ണിക്കുന്ന സമയത്താണ് ഞാൻ പോയി കിടക്കുന്നത്. അപ്പം ഞാനോടൊന്ന് കഴിച്ച് കാണിക്കാമേ. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വിളമ്പി കറി ഒഴിക്കുന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അച്ചാർ, സാലഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.